സാർ നമസ്കാരം. നമസ്കാരം. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും BJPയെ കുറിച്ചും CPMനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും എല്ലാം കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അതായത് BJP CPM അന്തർധാര എന്നാണ് പറഞ്ഞിരുന്നത്. പിണറായി വിജയനെ കേരളത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് BJP ആണ്, അഥവാ BJPയുടെ B ടീമാണ് കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിസഭ എന്നാണ് പറഞ്ഞിരുന്നത്. ലാവലിൻ കേസ്, മാസപ്പടി കേസ്, അതുപോലെ നിരവധി കേസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ ഉണ്ടായിട്ട് പോലും ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ നിയമ നടപടികൾ നേരിടാതെ, അതായത് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം വരെ നേരിട്ടിട്ട് പോലും അതിലൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകാതെ എപ്പോഴും പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഒരവസരത്തിൽ കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ പറയുണ്ടായി, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് വരെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി തന്നെ ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയെയും CPMനെയും വെട്ടിലാക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടും എല്ലാ കേസുകളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിച്ചു പിടിക്കുന്നത് BJP ആണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDFന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന് UDF ഉൾപ്പെടെയുള്ള കക്ഷികൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ മെയ് 4 ശേഷം കേരളത്തിൽ പിണറായി വിജയനല്ല UDFന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരും, പുതിയൊരു മുഖ്യമന്ത്രി വരും, പിണറായി വിജയനെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കേരളീയ ജനത തള്ളിവിടും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ ഇനിയും BJP CPM ബന്ധം ഉണ്ടാകുമോ, പിണറായി വിജയനെ ഇനിയും BJPക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഇക്കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എവരി റിലേഷൻഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് കൺവീനിയൻസ്. അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണേലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണേലും സംഘടനകൾ തമ്മിലുള്ള ബന്ധമാണേലും അതൊരു കോമൺ ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്, ലാൻഡ്മാർക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ BJPയുടെ കണക്കുകൂട്ടൽ ഏറ്റവും ഭീകരമായി തെറ്റിയ, അവിടെ ഡൽഹിയിലിരിക്കുന്ന BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, അല്ല RSSന്റെ ലോകം മുഴുവൻ ഭരിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾക്കും ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്, കേരളത്തിലെ അവരുടെ പൊളിറ്റിക്കൽ നീക്കങ്ങൾ ഡിക്ലെയർഡ് പോളിസിയായിട്ട് അവരെടുത്തത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള പോളിസിയാണ് അവരെടുത്തത്. പക്ഷേ ആ സമയത്ത് അവർ മറന്നുപോയത്, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സപ്പോർട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള സപ്പോർട്ട് ബേസ് ജാതീയമായി തിരിച്ചാൽ പ്രധാനമായും ക്രൈസ്തവ, മുസ്ലിം, കുറച്ച് നായർ, കുറച്ച് സമ്പന്നരായ ഈഴവർ, അത്രയും ഒരു പോവുകയും ഭൂരിപക്ഷവും ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അപ്പോൾ കോൺഗ്രസ് സഹകരണമുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം ക്രൈസ്തവ വോട്ട് ബാങ്ക് ഒരിക്കലും യാതൊരു കാരണവശാലും BJPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ കിട്ടേണ്ടിയിരുന്ന ഏതാണ്? ഈഴവ വോട്ട് ബാങ്കാണ്. ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ ഭൂരിപക്ഷം വരുന്ന ഈഴവർ, ആ ഈഴവരിൽ ബഹുഭൂരിപക്ഷവും ഒരു 80% കൂടുതലും കാലാകാലങ്ങളായി പരമ്പരാഗതമായിട്ട് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് CPM ആണെന്ന് കണ്ടടച്ച് പറയാൻ സാധിക്കും. അപ്പം CPM തകരാതെ BJPയിലേക്ക് വോട്ട് വരികയില്ല. ആ സത്യം മനസ്സിലാക്കുന്നതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ പിന്നിലുള്ള കോൺഗ്രസിൻ്റെ പുറകെ കേരളത്തിൽ ആ ടാക്ടിക്സ് അവരുടെ പൊളിഞ്ഞു പോയി. പിന്നെ രണ്ടാമത്, ഇനി ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിണറായി വിജയനാണെങ്കിൽ ഓരോ ചുവട് വയ്ക്കുന്തോറും ഓരോ അഴിമതി കേസിൽ കുരുങ്ങി തലവര മൂടാറായി നിൽക്കുക. അല്ല, ഡെമോക്രസിന്റെ വാള് പോലെ ലാവലിൻ ഇപ്പോഴും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രിക്കും തലയുടെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ഏത് സമയത്തും പിണറായി വിജയൻ്റെ തല ഛേദിക്കപ്പെടാം എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ മോഡിയുടെ പാതാരബന്ധങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ച് കിട്ടിയ ലൈഫ് ലൈനാണിത്. മോഡി പിണറായി വിജയനെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ മോഡിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് CMO ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്
കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഇവിടെ സാധാരണക്കാരൻ പറയുന്നതല്ല, ചായക്കട വെച്ച് ചായക്കപ്പിച്ച് ടോക്കൊന്നുമല്ല, ഔദ്യോഗികമായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ല, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ 1.5 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടായി. പക്ഷേ അപ്പോൾ ഇതിലെ ഒന്നാം സാക്ഷിയാരാം? ഈ കേസ് അറിയാവുന്ന അറിഞ്ഞ ആളാണ്. രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെട്ടൊരു കേസിലെ യഥാർത്ഥത്തിൽ ഒന്നാം സാക്ഷി ആയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി കൺഫേം ചെയ്യുക. അത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു പറയുമ്പോൾ രാജ്യാന്തര കുറ്റം തന്നെയാണല്ലോ. രാജ്യാന്തര കുറ്റം. അപ്പോൾ മോഡിക്ക് ഇയാളെ കൊണ്ട്, പിണറായി വിജയനെ കൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ മോഡിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിനേക്കാൾ നല്ലത് പിണറായി വിജയൻ മോഡിയെ കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് നേടി. അല്ല, അവിടെ കേന്ദ്രത്തിൽ BJPക്ക് സുഗമമായി ഭരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ്സുകാരാണ് ഏറ്റവും കൂടുതൽ ശല്യം, CPM-കാരല്ല എന്നുള്ളത് അവർക്കറിയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 പേരെയാണ് ഇവിടുന്ന് കോൺഗ്രസ്സുകാർ അവിടെ പാർലമെന്റിലേക്ക് ചെന്നത്. അപ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ശഠിക്കുന്ന മോഡിക്കും BJPക്കും ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ വളർച്ച സഹിക്കാൻ പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി പിന്നെ കോൺഗ്രസിന്റെ എതിർകക്ഷിയായിട്ട് നിൽക്കുന്ന CPM തന്നെയാണ്. അപ്പോൾ ആ CPM-ന് ശക്തി പകരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എടുത്തുയർത്തി കാണിക്കുമ്പോൾ അതിൽ തെറ്റു പറയാൻ ഒരു പരിധിവരെ നമുക്ക് സാധിച്ചിരുന്നില്ല. നമ്മൾ ആ രീതിയിലുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്നത് BJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം പിണറായി വിജയൻ്റെ സ്പോൺസറാണ്, അല്ലെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് BJP എന്നുള്ള ധാരണ BJPയുടെ വളർച്ചയെ പോലും തടഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം വരുമ്പോൾ നമ്മൾ BJPയെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്ന എൻ്റെ റീഡിങ്. അതെൻ്റെ പേഴ്സണലായിരിക്കാം, ഒബ്സർവേഷൻ ആയിരിക്കാം. സാറേ, അവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ. ഈ കുറി ഈ 140 മണ്ഡലങ്ങളിലും BJP എത്ര കണ്ട് വോട്ട് പിടിക്കുന്നുവോ അത്ര കണ്ട് പരാജയ സാധ്യതകൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു നിരീക്ഷണം കൂടി വന്നിട്ടുണ്ട്. ആ വോട്ടിങ് ഇത്തവണ വരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 2021 കിട്ടിയതിനേക്കാൾ വോട്ട് BJPക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, BJPയെ എങ്ങനെയാണോ ഒരു CPM വിരുദ്ധ പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയായിട്ട്, അയ്യപ്പ വിരുദ്ധ പാർട്ടിയായിട്ട്, ശബരിമല വിരുദ്ധ പാർട്ടിയായിട്ട്, ഇവിടുത്തെ വിശ്വാസി വിരുദ്ധ പാർട്ടിയായിട്ട് മറ്റുള്ളവർ കണ്ടിരുന്നോ അതിന് നേരെ വിരുദ്ധമായി ആ പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മോഡിയെയും അമിത്ഷായെയുമാണ് കേരളത്തിലെ ഹൈന്ദവർ കണ്ടത്. ആ ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഇതിനെ സഹായിച്ചത് കൊണ്ട് മാത്രം, മോഡിയുമായി ബന്ധമുണ്ടാക്കാൻ പോയത് കൊണ്ട് മാത്രം പിണറായിക്ക് നഷ്ടക്കച്ചവടമായി, മോഡിക്ക് നഷ്ടക്കച്ചവടമായി. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇനി പിണറായിയെ ചേർത്ത് പിടിക്കേണ്ട ഒരു അവസ്ഥ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഉണ്ടാവുന്നില്ല, BJPക്ക് ഉണ്ടാവുന്നില്ല. കാരണം ഇക്കുറി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിണറായി വിജയന് പഴയ പോലെ മോദിയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന സംരക്ഷണം ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ എന്താണെന്ന് സാറിന് പറയാനുള്ളതെന്ന് കൂടിയാണ് എനിക്ക് അറിയാനുള്ളത്. അല്ല, മോഡിക്ക് ഇനിയിപ്പം പിണറായി വിജയനെ കൊണ്ട് ആവശ്യമുണ്ടോ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം ബംഗാളിൽ കോൺഗ്രസ്സായി എതിരായി, CPM ഇല്ലാതായി. ഇത്തവണത്തെ ഇലക്ഷൻ വരാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കേരളത്തിൻ്റെ അതിനേക്കാൾ കുറേ കൂടെ മോശം റിസൾട്ടായിരിക്കും CPM-നവിടെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ കേരളത്തിൽ ഏതാണ്ട് 35 വർഷക്കാലം ബംഗാൾ ഭരിച്ചിരുന്നത് CPM ആണ്. ആ ബംഗാളിൽ CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ആ ദയനീയതയേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൽ തിരിച്ചു വരാനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ബംഗാളിലെ CPM-ന്റെ കേഡേഴ്സ് ഇപ്പോഴും സാധാരണക്കാരുണ്ട്, വേണമെങ്കിൽ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ CPM-ന്റെ കേഡേഴ്സ് എന്ന് പറയുന്നത് ഈ NGO-മാർ, കോളേജ് അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, അങ്ങനെയുള്ള വൈറ്റ് കോളർ ട്രേഡ് യൂണിയനെ ആശ്രയിച്ചാണ് അടുത്ത കാലത്ത് CPM-ന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അവർ ഒരു പരിധി വിട്ട് സമരങ്ങൾക്ക് പോകുകയില്ല. അവർക്ക് പിന്നെ ഒന്നുകിൽ ആശ്രയം കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ ആശ്രയം BJP-ആണ്. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം പറയുന്നതിന് പകരം CPM-നെ ഒഴിവാക്കാനാണ് BJP നോക്കിയിരുന്നത്. BJP പ്രയോജനം കിട്ടിയത്. അല്ല, BJPയുടെ വളർച്ചയ്ക്ക് അനുകൂലമായൊരു ഘടകം അത് തന്നെ ആയിരുന്നു. പക്ഷേ BJP ഇക്കാര്യത്തിൽ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് ഇങ്ങനെ ഭാരതത്തിൽ വളരാൻ പാടില്ല, കേരളത്തിലും വളരാൻ പാടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടന്ന തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് ADGP
ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, അതായത് പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന് പറയുന്ന ഈ ADGP MR അജിത് കുമാർ RSSന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബളയെ രഹസ്യമായി പോയി കണ്ടത് എന്നുള്ളൊരു വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു കൊടുത്തിരുന്നതാണ് മാധ്യമങ്ങൾ. അത് ശരിയായിരുന്നു. അന്നുണ്ടാക്കിയ ധാരണയുടെ പുറത്തു തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു ലോക്സഭാംഗത്തെ പ്രദാനം ചെയ്യാൻ സാധിച്ചത് എന്ന് അന്ന് നമ്മൾ ഉൾപ്പെടെ ഇത് അഭ്യൂഹമാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് ശരിയായി എന്നുള്ളത് കാലം തെളിയിച്ചു. അപ്പോൾ BJP CPM അന്തർധാര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തെ അങ്ങനെ കൂട്ടി വായിക്കണം എന്നൊക്കെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അതെന്ത് തന്നെയായാലും ഇക്കുറി നിയമസഭയിലേക്ക് BJPയുടെ ചുരുങ്ങിയത് 5 അംഗങ്ങളെങ്കിലും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ BJP കേരളത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയായിരിക്കും 2026 തെരഞ്ഞെടുപ്പ് ഫലം. ഒരു കാര്യം പറയാം, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ജാതകം എഴുതുമായിരുന്നു. അന്ന് 60 അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞാൽ മരിക്കാനുള്ള ചാൻസ് ആയുസ് തീരാൻ പോവുകയാണെങ്കിൽ മരിക്കാൻ പോകുന്ന എഴുതി അത് യോഗ ഗ്രഹങ്ങളുടെ ബലാബലം പോലെ പരിണിത ഫലം ശേഷം ചിന്തിയും. അതെ, ശേഷം ചിന്തിയും. പിണറായി വിജയൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ചിന്തിയും. പിന്നെ ഇദ്ദേഹത്തിന് അല്ല ഗഡ്കരിയായിട്ട് ബന്ധമുണ്ട്, വല്ല റെയിൽവേയുടെ വലിയ കോൺട്രാക്റ്റൊക്കെ കിട്ടി, ഓടിയുടെ കോൺട്രാക്റ്റ് കിട്ടി, പൈസ ഉണ്ടാക്കുക എന്നുള്ള പിണറായി വിജയൻ്റെ പരിപാടി വേണേൽ BJP കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം തുടരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ല സാർ, അപ്പോഴും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL കരിമണൽ ഖനന കമ്പനിയുമായി നടത്തിയ ആ മാസപ്പടി വിവാദം അതിപ്പോഴും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിലാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED നോട്ടീസ് അയച്ചിരുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ സ്ഥിരീകരണമൊന്നും കണ്ടില്ല. ലാവ്ലിൻ കേസ് ഏതാണ്ട് 50 പ്രാവശ്യത്തിലധികം മാറ്റിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇനിയൊരു UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയും മാസപ്പടിയും ലാവ്ലിൻ കേസും അടക്കമുള്ള കേസുകൾ കുത്തിപ്പൊക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് BJPയുടെ സംരക്ഷണം പഴയതുപോലെ ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയല്ലേ. അപ്പോൾ അവിടെ BJP ആവശ്യപ്പെടുന്ന വില വലുതായിരിക്കും. നിങ്ങൾ നേരെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പോരെ, NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ട് CPM എന്തെങ്കിലും കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ രാഷ്ട്രീയ കക്ഷിയുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ സമരം ചെയ്യാനോ ഒരു മുന്നണിയായിട്ട് നമുക്ക് 1967 പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണമെങ്കിൽ SDPIയും അവൻ്റെ PFI ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഇലക്ട്രൽ വിന്നിങ് കോമ്പിനേഷൻ വേണേൽ ഉണ്ടാക്കുകയും അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അത്തരൊരു മുന്നണി രൂപീകരണത്തിലേക്ക് അധികാരമോഹം മാത്രമാണ് BJPയും അല്ലെങ്കിൽ മോഡിയെയും ഇവിടെ CPMനെ നയിക്കുന്നത്. ഈ അധികാരമോഹം വളർന്ന് സ്വത്തിനോട് മാത്രം അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന മോഹമായിട്ട് മാറി. ആ മോഹം ശക്തിപ്പെടുത്താൻ, ആ മോഹത്തെ ഊട്ടിയുറപ്പിക്കാൻ കേന്ദ്രത്തിലുള്ള മോഡിയും കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ട പിണറായി ചിലപ്പോൾ ഒറ്റക്കെട്ടായി വരും. അല്ല, എന്തായാലും ഈ കോൺഗ്രസിനെ ഒതുക്കാൻ വേണ്ടി പിണറായി വിജയനെ സംരക്ഷിച്ചിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിൽ കോൺഗ്രസിന്റെ ഭരണം വരുമ്പോൾ വീണ്ടും പിണറായി വിജയനെ ഇനി സംരക്ഷിച്ച് നിർത്താനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 100 കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ BJPയുടെ സംരക്ഷണം കൂടി ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല വ്യക്തി ജീവിതത്തിനും അത് വലിയ ചോദ്യചിഹ്നമാകും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി എന്തായിരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിന് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ആശങ്കയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ജനം നോക്കിക്കാണുന്നത്. എന്താണ് ആ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കും നോക്കിയിരിക്കാം, കണ്ടറിയാം.